ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ജാസ്മിന്റെ ഒരു മൃദു സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെ എതിർത്ത് നിന്നാലും അവരോട് അധികം വയലന്റ് ആവാതെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തതയും ഇല്ലാതെ അത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ജാസ്മിൻ സ്വീകരിച്ചിരിക്കുന്നത്. പുറത്തെല്ലാവർക്കും തന്നെ പറ്റി നല്ല മോശം അഭിപ്രായമാണെന്നുള്ള അറിവ് ജാസ്മിനുള്ളിൽ കടന്നു കഴിഞ്ഞു. ഗബ്രിക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യമായി വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ജാസ്മിന്റെ കാര്യത്തിൽ അവസാനിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യവും ജാസ്മിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും മുൻപ് അവരെല്ലാം എതിർക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഈ എപ്പിസോഡുകളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഉള്ളിലേക്ക് വന്ന ചേട്ടന്മാർക്കും അല്ലെങ്കിൽ ചേച്ചിമാർക്കും അവർക്കറിയാം അവിടെ നൈറ്റിൽ ഗബ്രിയും ജാസ്മിനും ചെയ്തു കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത്. ഹൗസിനുള്ളിലെ മറ്റ് കണ്ടസ്റ്റൻസിനൊന്നും ഇതിനെ പറ്റിയിട്ട് യാതൊരു വക അറിവും ഉണ്ടായിരിക്കില്ല. ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, അത് യമുനയായിരുന്നു. യമുന പുറത്തു പോയതിനു ശേഷം ഇനി അവിടെ ആർക്കും അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല. പകൽ സമയങ്ങളിലെല്ലാം ജാസ്മിനും ഗബ്രിയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ രാത്രിയിലാകുമ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം പോയി ഒരു റൊമാൻറ്റിക് ആയിട്ട് അതല്ലെങ്കിൽ ഒരു ലവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പൊളിച്ചെടുക്കണമെങ്കിൽ അത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മാത്രമേ പറ്റുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അത് വരും ദിവസങ്ങളിൽ എത്രയും വേഗം സംഭവിച്ചില്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ അവിടെ ഒരു കൂടുകൂട്ടി എല്ലാവരോടും നല്ല ഇണക്കത്തിയാക്കി പോയി ഒരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താവും എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത്തരം നയങ്ങൾ സക്സസ് ആവാതെ പൊട്ടിപ്പോയിട്ടുള്ളതാണ് ചരിത്രങ്ങൾ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും അറിയുന്നതിന് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.